ഒക്ടോബർ 18 വിജാതീയ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുകയും വിജാതീയനായി തന്നെ വളർന്നു വരികയും പിന്നീട് വിശുദ്ധ പൗലോസിന്റെ പ്രഭാഷണത്താൽ ആകൃഷ്ടനായി യേശുവിന്റെ ചിന്താരീതിയോട് മതിപ്പും ആദരവും തോന്നുകയും അതുവഴി യേശുമാർഗത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ യേശുവിന്റെ സുവിശേഷം ലോക ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യാൻ സാധിച്ച വളരെ അപൂർവം വ്യക്തികളിൽ ഒരുവനാണ് ഗവേഷണപടുവും കലാകാരനുമായ വിശുദ്ധ ലൂക്ക എന്ന് നാം ഓർക്കണം. അദ്ദേഹത്തിന്റെ തിരുനാളാണ് സാർവത്രിക സഭ ഇന്ന് ആഘോഷിക്കുന്നത്. അന്ന് ഏഷ്യയിലെ സാംസ്കാരിക കേന്ദ്രം അന്ത്യോക്യയായിരുന്നു. അന്ത്യോക്യയിൽ ജനിക്കുകയും വളരുകയും ചെയ്ത ലൂക്കായ്ക്ക് അതുകൊണ്ട് തന്നെ അന്ന് ലഭ്യമായ ഉന്നത വിദ്യാഭ്യാസം സ്വീകരിക്കാൻ ഇടവന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ കഴിഞ്ഞുകൂടുന്ന അവസരത്തിലാണ് ആകസ്മികമായി എന്ന് തന്നെ നമുക്ക് പറയാവുന്ന വിധത്തിൽ യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ച് നടന്നു നീങ്ങിയിരുന്ന വിശുദ്ധ പൗലോസിന്റെ പ്രഭാഷണം കേൾക്കാൻ ഇടവരുന്നു ലൂക്ക. ആ പ്രഭാഷണത്തിന്റെ പ്രമേയം ലൂക്കായുടെ ഹൃദയത്തെ ആകർഷിച്ചു. കൂടുതൽ അറിയുന്നതിനുള്ള ആഗ്രഹം അത് ലൂക്കായിൽ ഉണ്ടാക്കി. അങ്ങനെ പൗലോസ്ലീഹ ആയിട്ട് ഒരു സുഹൃത്ത് ബന്ധം ലൂക്ക സ്ഥാപിക്കാനിടവരുന്നു. ആ സുഹൃത്ത് ബന്ധം ജീവിതത്തിന്റെ അവസാനം വരെ ലൂക്ക നിലനിർത്തിയതായിട്ടാണ് നാം കാണുക. പൗലോസ്ലീഹ കൊളോസിയൻസിന് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ ലൂക്കായെ സംബന്ധിച്ച് എന്റെ പ്രിയപ്പെട്ട വൈദ്യ എന്നും എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ എന്നും അഭിസംബോധന ചെയ്തത് നാം കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പൗലോസിന്റെ ഭാഗത്തു നിന്നും ലൂക്കയെ പറ്റി വളരെ മതിപ്പായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. ലൂക്ക പൗലോസിനോട് സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചതിന് ശേഷം പൗലോസിന്റെ ഒരു സഹപ്രവർത്തകനായി പൗലോസിന്റെ കൂടെയായിരുന്നു യേശുവിന്റെ സുവിശേഷ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയത്. പൗലോസ് ബന്ധിക്കപ്പെട്ടപ്പോഴും കാരാഗ്രഹത്തിലാക്കപ്പെട്ടപ്പോഴും പലപ്പോഴും ലൂക്കായും സന്നിഹിതനായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അത്രയും അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു ലൂക്ക പൗലോസ്ലീഹ ആയിട്ട് സ്ഥാപിച്ചെടുത്തത്. രണ്ടുപേരും യേശുവിനെ യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ല. യേശുമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ നേരിട്ട് ഉണ്ടാകാനിട വന്നിട്ടില്ല എന്ന് വരികിലും ദൈവത്തിന്റെ പ്രത്യേക നിവേശനത്താൽ പ്രേരിതരായി വളരെ ഫലപ്രദമായി ജീവിതം നയിക്കാനിടവന്നവരാണ് രണ്ടുപേരും. വിശുദ്ധ ലൂക്ക തന്റെ സുവിശേഷ രചനയ്ക്ക് മുഖ്യമായിട്ട് ആശ്രയിച്ചത് വിശുദ്ധ പൗലോസ്ലീഹായുടെ പ്രഭാഷണങ്ങളായിരിക്കണം. അതുകൊണ്ട് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിന്റെയും നടപടി ഗ്രന്ഥത്തിന്റെയും കർത്താവ് ലൂക്ക തന്നെയാണ്. രണ്ടും അഭിസംബോധന ചെയ്യുന്നത് തെയോഫിലസ് എന്ന ഒരു നാമം അവതരിപ്പിച്ചുകൊണ്ടാണ്. തെയോഫിലസ് എന്ന് പറയുമ്പോൾ ഒരു ചരിത്ര പുരുഷൻ ആകണം എന്നില്ല. മിക്കവാറും അതൊരു തൂലികാ നാമം ആയിരിക്കണം. ദൈവത്തിന്റെ വത്സലപുത്രൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അങ്ങനെ അഭിസംബോധനം ചെയ്തുകൊണ്ടാണ് ലൂക്ക തന്റെ സുവിശേഷ രചന ആരംഭിക്കുന്നതും നടപടി ഗ്രന്ഥത്തിന് തുടക്കം കുറിക്കുന്നതും എന്ന് നമുക്ക് കാണാം. ലൂക്കയുടെ ഗവേഷണ ചാതുര്യം വെളിവാക്കുന്നതാണ് മറ്റ് സമാന്തര സുവിശേഷകന്മാർ മത്തായും മർക്കോസും രേഖപ്പെടുത്തി വച്ചിട്ടില്ലാത്ത പലതും ലൂക്കായുടെ സുവിശേഷത്തിലൂടെ നമുക്ക് കണ്ടെത്താനാവും. യോഹന്നാൻ മാംദാനിയുടെ ജനനവും ബാല്യവും, യേശുവിന്റെ ബാല്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വിവരണങ്ങള്, യേശുവിന്റെ അമ്മയുടെ ഒരു സങ്കീർത്തന ആലാപനം, ഇതൊക്കെ ലൂക്കായുടെ ഗവേഷണ സാമർഥ്യത്തെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് വേണം കരുതാൻ. ലൂക്ക സുവിശേഷ രചന ആരംഭിച്ചതിന് ശേഷം ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി യേശുവിന്റെ അമ്മയായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. ആ അമ്മയിൽ നിന്ന് കിട്ടിയ പല അറിവുകളും മറ്റു സുവിശേഷത്തിൽ ഇല്ലാത്ത വളരെ സൂക്ഷ്മമായിട്ടുള്ള വിവരണങ്ങള് ലൂക്കായ നമുക്കായിട്ട് നൽകുന്നുണ്ട്. വിശുദ്ധ ലൂക്കയാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ചിത്രം ആദ്യമായിട്ട് വരയ്ക്കാനിടവന്നത് എന്നാണ് പൊതു പാരമ്പര്യം. അങ്ങനെ വരുമ്പോൾ ലൂക്ക ഒരു ഗവേഷണപടു മാത്രമല്ല, ഒരു കലാകാരനും കൂടിയാണ് എന്ന നിഗമനത്തിലെ എത്തിച്ചേരേണ്ടി വരും. അങ്ങനെ കഴിവുള്ള, പ്രതിഭയുള്ള,
തനിമയാർന്ന ഒരു വ്യക്തിത്വമാണ് ലൂക്കായുടേത്. ലൂക്ക പിന്നീട് യേശുവിന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചതിന് ശേഷം പൗലോസിന്റെ കൂടെ പല മിഷൻ യാത്രകൾക്കും പൗലോസിനെ അനുധാവനം ചെയ്യുകയും അവസാനം ക്രിസ്തുവർഷം 74-ാം ആണ്ടിൽ അഖായിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളതാണ് ഇന്ന് ചരിത്രത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ള അറിവ്. ജീവിക്കാനായിട്ട് ലഭിച്ച ആ അവസരം ഏറ്റവും വിശിഷ്ടമായ രീതിയിൽ ചെലവഴിക്കുകയും സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഇടവന്ന അതുല്യ പ്രതിഭയായിട്ടുള്ള ഒരു മഹാവിശുദ്ധന്റെ തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത് എന്ന് കരുതാം.